ഗൾഫിലെ മണലാരണ്യത്തിൽ നിന്ന് സ്വന്തം നാട്ടിലേക്ക് ഒരു പിടി സ്വർണവുമായി പറന്നെത്തുന്ന പ്രവാസികൾക്ക് ഇത് പ്രതീക്ഷയുടെ കാലമാണ്. കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ്റെ ചില പ്രസ്താവനകൾ യുഎഇയിൽ നിന്ന് ഇന്ത്യയിലേക്ക് സ്വർണം കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന കസ്റ്റംസ് നിയമങ്ങളിലും പരിശോധനകളിലും ഉണ്ടാകാൻ സാധ്യതയുള്ള കാലോചിതമായ പരിഷ്കാരങ്ങളെക്കുറിച്ചിട്ടുള്ള ചർച്ചകൾക്ക് തിരികൊളുത്തിയിരിക്കുന്നു. കസ്റ്റംസ് പരിശോധനകളിലെ ബുദ്ധിമുട്ടുകൾ ലഘൂകരിക്കുന്നതിലും നിലവിലെ സ്വർണ്ണവിലയുമായി പൊരുത്തപ്പെടാത്ത കസ്റ്റംസ് തീരുവയില്ലാത്ത അളവുകൾ പരിഷ്കരിക്കുന്നതിലുമൊക്കെയാണ് പ്രവാസികൾ പ്രധാനമായും കണ്ണുവച്ചിരിക്കുന്നത്. ഈ പ്രതീക്ഷകൾക്ക് പിന്നിലെ യാഥാർത്ഥ്യമെന്ത്? നിലവിലെ നിയമങ്ങൾ എന്തുകൊണ്ട് കാലഹരണപ്പെട്ടതായി കണക്കാക്കുന്നു? സ്വർണം കൊണ്ടുവരുന്നതാണോ പണം അയക്കുന്നതാണോ പ്രവാസികൾക്ക് കൂടുതൽ ലാഭകരം? നമുക്ക് വിശദമായി ഒന്ന് പരിശോധിക്കാം. വിവിധ മേഖലകളിൽ പരിഷ്കാരങ്ങൾ ലക്ഷ്യമിടുന്ന കേന്ദ്ര സർക്കാർ കസ്റ്റംസ് നിയമങ്ങളിലും കാലോചിതമായ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന സൂചനകളാണ് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ഹിന്ദുസ്ഥാൻ ടൈംസ് ലീഡർഷിപ്പ് ഉച്ചകോടിയിൽ നൽകിയത്. നികുതി നിയമങ്ങൾ ലളിതവും സുതാര്യവുമാക്കിയ ആദായ നികുതി മേഖലയിലെ പരിഷ്കാരങ്ങളുടെ ഗുണങ്ങൾ കസ്റ്റംസ് മേഖലയിലേക്കും കൊണ്ടുവരണം എന്ന് മന്ത്രി അഭിപ്രായപ്പെട്ടത് പ്രവാസ ലോകത്ത് വലിയ ആവേശമുണ്ടാക്കി. കസ്റ്റംസ് നിയമങ്ങളെ കൂടുതൽ ഉടച്ചു വാർക്കേണ്ടതുണ്ട്. ജനങ്ങൾ നിയമങ്ങൾ പാലിക്കാൻ അത് ആളുകളെ മടിപ്പിക്കുന്നതോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടിക്കുന്നതോ അല്ലാത്ത വിധം ലളിതമാക്കണം. ഉചിതമായ നിരക്കിനേക്കാൾ കൂടുതലുള്ളതാണ് പലയിടത്തുമുള്ളത്. ഇതിൽ മാറ്റം വരേണ്ടതുണ്ട് എന്നും മന്ത്രി പ്രസ്താവിച്ചു. സാധാരണയായി വിമാനത്താവളങ്ങളിൽ നേരിടേണ്ടി വരുന്ന അനാവശ്യ ചോദ്യം ചെയ്യലുകളും മാനസിക സമ്മർദ്ദമുണ്ടാക്കുന്ന പരിശോധനകളും ലഘൂകരിക്കുമെന്ന വലിയ ആശ്വാസമാണ് ഈ വാക്കുകൾ പ്രവാസികൾക്ക് നൽകുന്നത്. ഇതിലുപരി സ്വർണം കൊണ്ടുവരുമ്പോൾ ഈടാക്കുന്ന കസ്റ്റംസ് തീരുവയിൽ മാറ്റം വരുമെന്ന ശക്തമായ പ്രതീക്ഷയുമുണ്ട്. നിലവിൽ യുഎഇയിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരുന്ന പ്രവാസികൾക്ക് നികുതി അടയ്ക്കാതെ സ്വർണം കൊണ്ടുവരുന്നതിന് പരിധിയുണ്ട്. കുറഞ്ഞത് 6 മാസത്തെ വിദേശവാസമുള്ള പുരുഷന്മാർക്ക് 50,000 രൂപ മൂല്യമുള്ള 20 ഗ്രാം സ്വർണവും സ്ത്രീകൾക്ക് 1,00,000 രൂപ മൂല്യമുള്ള 40 ഗ്രാം സ്വർണവുമാണ് നികുതി രഹിതമായി കൊണ്ടുവരാൻ കഴിയുക. ഇന്ത്യയിൽ സ്വർണ്ണവില കുതിച്ചുയർന്നിരിക്കുന്ന ഈ സാഹചര്യത്തിൽ 2016 നിശ്ചയിച്ച ഈ പരിധി ഇന്ന് തികച്ചും അപ്രസക്തമാണ്. ഇന്ന് ഇന്ത്യയിൽ സ്വർണ്ണവില ഗ്രാമിന് 11,500 രൂപയ്ക്ക് മുകളിലാണ്. ഈ സാഹചര്യത്തിൽ 50,000 മൂല്യത്തിന് 20 ഗ്രാം സ്വർണം എന്നത് അസാധ്യമായ കാര്യമാണ്. വില വർധനവിൻ്റെ പശ്ചാത്തലത്തിൽ മൂല്യം അടിസ്ഥാനമാക്കിയുള്ള പരിധി ഒഴിവാക്കി ഭാരം അടിസ്ഥാനമാക്കിയുള്ള പരിധിക്ക് ചില ഇളവുകൾ അനുവദിക്കുന്നുണ്ടെങ്കിലും പ്രവാസികൾ ആവശ്യപ്പെടുന്നത് ഗ്രാമിൻ്റെ അളവിൽ കാര്യമായ വർധനവാണ്. യുഎഇ ഇന്ത്യ വില വ്യത്യാസം, കസ്റ്റംസ് നികുതി, GST, പണിക്കൂലി നഷ്ടം, വിനിമയ നിരക്ക് നേട്ടം എന്നിവയെല്ലാം താരതമ്യം ചെയ്യുമ്പോൾ നികുതിയില്ലാതെ കൊണ്ടുവരാൻ സാധിക്കുന്ന സ്വർണത്തിൻ്റെ അളവ് പരിമിതമായതിനാൽ വലിയ തുകയുടെ വിനിമയത്തിന് സ്വർണം കൊണ്ടുവരുന്നത് സാമ്പത്തികമായി ലാഭകരമല്ലെന്നാണ് സാമ്പത്തിക വിദഗ്ധരുടെ കാഴ്ചപ്പാട്. കസ്റ്റംസ് നികുതി ഏകദേശം 15% അടയ്ക്കേണ്ടി വരുമ്പോൾ ദുബായിലെ വിലക്കുറവിൻ്റെ നേട്ടം ഇല്ലാതാവുക മാത്രമല്ല, ചിലപ്പോൾ നഷ്ടം സംഭവിക്കുകയും ചെയ്യാം. അതുകൊണ്ട് സാധാരണ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം നിലവിലെ ഉയർന്ന വിനിമയ നിരക്കിൻ്റെ ആനുകൂല്യം മുതലെടുത്ത് പണം നാട്ടിലേക്ക് അയക്കുന്നതാണ് ഏറ്റവും ലാഭകരവും സുരക്ഷിതവുമായ മാർഗം എന്ന് സാമ്പത്തിക വിദഗ്ധർ തന്നെ അഭിപ്രായപ്പെടുന്നുണ്ട്. കൂടാതെ വിദേശ നാണ്യം ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നതിന് നിലവിൽ പരിധികളുമില്ല. സ്വർണം കൊണ്ടുവരുന്ന പ്രവാസികൾ നേരിടുന്ന മറ്റൊരു പ്രധാന വെല്ലുവിളി വിമാനത്താവളങ്ങളിലെ കസ്റ്റംസ് പരിശോധനകളാണ്. പ്രത്യേകിച്ച് വിവാഹം, മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്കായി പുതിയ ഫാഷനിലുള്ള സ്വർണം കൊണ്ടുവരുമ്പോൾ ഉണ്ടാകുന്ന തടസ്സങ്ങൾ ഏറെയാണ്. ഇവിടെയാണ് ധനമന്ത്രിയുടെ പരിശോധനാ നടപടികൾ ലളിതമാക്കണം എന്ന പ്രസ്താവന പ്രസക്തമാകുന്നത്. വിവേചനരഹിതവും മാനദണ്ഡങ്ങൾ പാലിച്ചുള്ളതുമായ പരിശോധനാ രീതികൾ നടപ്പിലാക്കുക, പ്രവാസികളോടുള്ള ചോദ്യം ചെയ്യലുകൾ കുറയ്ക്കുക, പ്രത്യേകിച്ച് നികുതിരഹിത പരിധിയിലുള്ള യാത്രക്കാരെ സമ്മർദ്ദരഹിത അന്തരീക്ഷത്തിൽ കൈകാര്യം ചെയ്യുക, കസ്റ്റംസ് നടപടികൾ പരമാവധി ഡിജിറ്റൽ വൽക്കരിച്ച് വേഗത്തിലാക്കുക തുടങ്ങിയവയാണ് പ്രധാന ആവശ്യങ്ങൾ. നികുതിയില്ലാതെ കൊണ്ടുവരുന്ന ആഭരണങ്ങൾ നാട്ടിലെത്തിച്ച് പണിക്കൂലിയോടെ വിൽക്കുകയോ മാറ്റുകയോ ചെയ്യുമ്പോൾ അതിൻ്റെ അളവ് 70% വരെ കുറയുന്നുവെന്ന് പ്രവാസികൾ ചൂണ്ടിക്കാണിക്കുന്നു. അതിനാൽ കസ്റ്റംസ് നിയമങ്ങളിൽ വരുത്തുന്ന ഏത് പരിഷ്കാരവും ആഭരണങ്ങളുടെ പണിക്കൂലിയും രൂപകൽപ്പനയുടെ മൂല്യവും കണക്കിലെടുത്തുകൊണ്ടുള്ളതാവണം എന്നാണ് അവരുടെ ആവശ്യം. കേന്ദ്ര സർക്കാർ കസ്റ്റംസ് നിയമങ്ങളിൽ മാറ്റങ്ങൾ വരുത്താൻ ഒരുങ്ങുകയാണെങ്കിൽ പ്രവാസികളുടെ 2 പ്രധാന ആവശ്യങ്ങൾ പരിഗണിക്കപ്പെടാനാണ് സാധ്യത. ഒന്ന്, നിലവിലെ സ്വർണ്ണവിലയ്ക്ക് അനുസൃതമായി നികുതിയില്ലാതെ കൊണ്ടുവരാൻ കഴിയുന്ന സ്വർണത്തിൻ്റെ ഗ്രാമിലുള്ള അളവ് യുക്തിസഹമായി വർദ്ധിപ്പിക്കുക. 2, വിമാനത്താവളങ്ങളിലെ കസ്റ്റംസ് നടപടിക്രമങ്ങൾ ലളിതവും വേഗത്തിലാക്കുന്നതുമാക്കുക. ഈ പരിഷ്കാരങ്ങൾ യാഥാർത്ഥ്യമാവുകയാണെങ്കിൽ അത് യുഎഇയിൽ നിന്നും മറ്റ് വിദേശ രാജ്യങ്ങളിൽ നിന്നുമുള്ള പ്രവാസികൾക്ക് വലിയ ആശ്വാസമാകും. സ്വന്തം രാജ്യത്തേക്ക് മടങ്ങുമ്പോൾ നിയമപരമായ കാര്യങ്ങളിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ കുറയ്ക്കുന്നതിലൂടെ പ്രവാസികളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും സ്വർണ്ണക്കള്ളക്കടത്ത് പോലെയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനും സാധിക്കും. പ്രവാസികൾക്ക് സന്തോഷ വാർത്ത നൽകുന്ന നിയമപരിഷ്കരണങ്ങൾക്കായി കാത്തിരിക്കാം. എങ്കിലും നിലവിലെ സാഹചര്യത്തിൽ വിദേശ നാണ്യം കൈമാറ്റം ചെയ്യുന്നതിലുള്ള ഉയർന്ന വിനിമയ നിരക്ക് തന്നെയാണ് മിക്ക പ്രവാസികൾക്കും ഏറ്റവും ലാഭകരമായ വഴി.
നിയമപരമായ വഴികളിലൂടെ മാത്രമേ സ്വർണവും പണവും കൈകാര്യം ചെയ്യാവൂ എന്ന സന്ദേശം ഓരോ പ്രവാസിയും ഓർക്കേണ്ടതുണ്ട്.